നീറ്റ് എഴുതി കഴിഞ്ഞ മക്കളോടാണ്. സോ നീറ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏതൊക്കെ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ കോഴ്സുകളിലേക്കാണോ അഡ്മിഷൻ എലിജിബിലിറ്റി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്ന കാര്യം, നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ കീമിന്റെ പോർട്ടലിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങളെ കീമിൽ കേരളത്തിലെ കോളേജുകളിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് രീതിയിലാണ് അലോട്ട്മെന്റ്സ് ഉള്ളത്. ഒന്ന് MBBSന് വേണ്ടിയും MBBS BDSന് വേണ്ടിയും, മറ്റൊന്ന് അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടിയാണ്. സോ മെഡിക്കൽ അലോട്ട്മെന്റിൽ നടത്തുന്നത് ശരിക്കും MBBSലെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസും BDSലെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കും അഡ്മിഷനാണ്. അലൈഡ് കോഴ്സിന്റെ അലോട്ട്മെന്റ് അത് വേറെ അലോട്ട്മെന്റ് ആണ്. അവിടെ നടക്കുന്നത് വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ, ആയുർവേദ, ഹോമിയോപ്പതി, ഫോറസ്ട്രി, ഫിഷറീസ്, BSMS, BUMS, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി. ഇത്രയും കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് നീറ്റിന്റെ സ്കോർ വഴി കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക. അപ്പം ഇത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കോഴ്സസ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ, അതേപോലെ തന്നെ ഫോറസ്ട്രി, ഫിഷറീസ് ഒക്കെ എടുത്ത് അത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജസ് മാത്രം ഓഫർ ചെയ്യുന്നത്. ആയുർവേദയിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസും അതേപോലെ തന്നെ ഗവൺമെന്റ് കോളേജസ് ഉണ്ട്. ഹോമിയോപ്പതി ഗവൺമെന്റ് കോളേജസ് മാത്രമേ ഉള്ളൂ. BSMS ഉം BUMS ഉം പ്രൈവറ്റ് കോളേജസ് ആണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം നിങ്ങൾക്ക് കീമിന്റെ വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് 2025 കീം ലാസ്റ്റ് റാങ്ക് 2025 എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കോളേജസിന്റെ പേരും കിട്ടും. അപ്പം ഇനിയും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഐ വിൽ ആൻസർ. താങ്ക് യു സോ മച്ച്.